മാസപ്പടി കേസിൽ CMRL MD ശശിധരൻ കർത്തയ്ക്ക് ഇഡിയുടെ നോട്ടീസ്. തിങ്കളാഴ്ച രാവിലെ 10:30 കൊച്ചി ഇഡി ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം. CMRL ഫിനാൻസ് വിഭാഗം ഉദ്യോഗസ്ഥർക്ക് ഇന്ന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരുന്നെങ്കിലും ഹാജരായില്ല. മാസപ്പടി കേസിൽ പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കിയ ശേഷം ഇഡി മാർച്ച് അവസാനം ECIR രജിസ്റ്റർ ചെയ്തിരുന്നു. ചോദ്യം ചെയ്യലുകളുടെ ആദ്യപടിയായാണ് CMRL പ്രതിനിധികൾക്ക് ഇന്ന് ഹാജരാകാൻ സമൻസ് കൈമാറിയത്. എന്നാൽ കമ്പനി പ്രതിനിധികൾ ഹാജരായില്ല. ഈ സാഹചര്യത്തിലാണ് CMRL MD ശശിധരൻ കർത്തയ്ക്ക് ഇഡി നോട്ടീസ് അയച്ചത്. തിങ്കളാഴ്ച ഹാജരാകണമെന്നാണ് നിർദ്ദേശം. CMRL എക്സാലോജിക് പണമിടപാടുകളാണ് ഇഡി പ്രധാനമായും അന്വേഷിക്കുന്നത്. രണ്ട് കമ്പനികളും തമ്മിൽ നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളുമായി എത്താനായിരുന്നു നിർദ്ദേശം. കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ഉൾപ്പെട്ട CMRL 1,72,00,000 രൂപയാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജിക്കിന് കൈമാറിയത്. ഈ പണമിടപാടിൽ CMRL കൂടുതൽ വ്യക്തത വരുത്തണം. എക്സാലോജിക്കിനും ഉടൻ സമൻസ് നൽകിയേക്കും. വീണ വിജയനോ മറ്റ് കമ്പനി പ്രതിനിധികളോ ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടി വരും. KSIDC ഉദ്യോഗസ്ഥരുടെ മൊഴിയും ഇഡി രേഖപ്പെടുത്തും. എക്സാലോജിക്ക് CMRL KSIDC എന്നിവയാണ് ഇഡിയുടെ അന്വേഷണ പരിധിയിലുള്ളത്. മാസപ്പടിയിൽ SFIO അന്വേഷണവും പുരോഗമിക്കുകയാണ്. കേരള വിഷൻ ന്യൂസ്, കൊച്ചി. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജുവിനെ വീണ്ടും